സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടൊരു പാർട്ട് അതായിരുന്നു. കാര്യം ആദ്യത്തെ ഒരു പോർഷനിൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മേജർ പോർഷൻ ഞാനും അനു മാത്രമേ ഉള്ളൂ. അതൊരു മുറിയിലും വേറെ പുറമേയുള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലവും കാണിച്ച ആൾക്കാരെ പറ്റിക്കാം. ഞങ്ങൾ ഈ രണ്ടുപേരും കൂടി മുറിയിൽ എന്ത് കാണിക്കുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രിപ്റ്റിൻ്റെ പരമായിട്ടുള്ള ഗുണങ്ങളുകൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോഗ്രാഫർ ഒരു അത്യുഗ്രഹ കക്ഷിയായിരുന്നു രണദേവ്. കൂടാതെ നമ്മുടെ ആർട്ട് ഡയറക്ടർ, ഡയറക്ഷൻ ടീം. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ ഈ പരിപാടി രസമായിട്ട് പോകാൻ പറ്റിയത്. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ദം. ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, എപ്പോഴും കുറച്ചുകൂടെ സെലക്ട് ചെയ്യുക. പണ്ട് ചെയ്യുന്ന പോലെ അത്രയും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുക, കുറച്ച് കരിയർ ഒന്നുകൂടെ മെച്ചപ്പെടാൻ സമയമായി, എനിക്ക് ഇനി കുറച്ചുകൂടെ ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വേണം എന്ന് തീരുമാനമെടുത്തോ? വേണ്ടേ? അപ്പോൾ ഡെഫിനറ്റ്ലി കാര്യം നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ സിനിമ കഴിയുമ്പോൾ നമുക്ക് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെൻ്റ് ആണ്. പണ്ട് എനിക്ക് അങ്ങനെ സിനിമകളുടെ എണ്ണങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചെക്കൻ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന കോളാണ് എൻ്റെ ഇവൻ്റെ കൂടെ. അതേപോലെ എൻ്റെ ഫോണിൽ നേരെ വിളിക്കും, അത് വലിയ ഒരു കൊച്ചിക്കാരൻ ചെക്കൻ്റെ ആവശ്യമുണ്ട് നല്ല വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സ് വന്ന് എനിക്ക് വേറെ രീതിയിലുള്ള സിനിമകൾ തന്നുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ വിളിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇത് ചെയ്യും, ഒരുപാട് ചെയ്യും. പക്ഷെ ആക്ച്വലി പറയല്ലോ നമ്മൾക്ക് ടാക്ടിക്കാണ്. കൂടുതൽ ആളുകൾ കയറി പോകുന്ന ഒരു പ്രവണതയുണ്ട്. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അത്രയും പക്ക വയലൻസ് ആയിട്ടൊരു കഥാപാത്രം ഒന്ന് എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ പറ്റുമായിരുന്നു? അങ്ങനെ ബുദ്ധിമുട്ടോ? ഈ പടം ആൾക്കാർ കുറച്ച് കാണട്ടെ, എന്നിട്ട് പടത്തിനെ പറ്റി ആരംഭിക്കും. ആഗ്രഹം കുറെ ആഗ്രഹമൊക്കെ ഉണ്ട്. അതിലൊരു ആഗ്രഹമാണത്. പക്ഷെ നമുക്കൊണ്ട് പറ്റും നമുക്കൊരു വിശ്വാസം വന്നവരെ നമ്മൾ പുതിയ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കണമല്ലോ. കാരണം ചാടി കയറി എന്തിനാണ് ഫീൽഡ് ഔട്ടാക്കുന്നത്? അതൊക്കെ പിടിച്ചു നോക്കട്ടെ. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് 5 പേർക്ക് സിനിമ വർക്കായിരിക്കും. അല്ലാതെ നമുക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളാണെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പും പരിപാടിയും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷേ തിയേറ്ററിൽ നിന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി, ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ എങ്ങനെയാണ് മോശമാണോ നല്ലതാണെന്ന് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസും പരിപാടികളെല്ലാം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി. കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കറിയില്ല, ഇതൊക്കെ വ്യക്തമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മുന്നേ ഹൈദർക്ക അത് ചിലപ്പോൾ ഹൈദർക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദർക്ക എന്താ വിശ്വസിക്കണേ? കഴിയുമോ? പരസ്യമായിട്ട് പറഞ്ഞ എന്റെ സിനിമകൾ തകർക്കുന്നു, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തു പറയുമ്പോൾ ആ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. താങ്കളുള്ള ഉൾപ്പെടെയുള്ള അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ പക്ഷെ നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു ഹൈദർക്ക്? അല്ല, മീഡിയാസ് അല്ല, വ്യക്തിപരമായി ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ചില ആളുകൾ വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, എന്റെ സിനിമ പൊളിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത്. ബാലുവിന്റെ അത്രയും സിനിമകൾ, അച്ഛൻ്റെ അത്രയും സിനിമകൾ, കാര്യം എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചോണ്ടിരിക്കും. എനിക്കറിയില്ല.
ഇപ്പൊ കിട്ടിയപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കും പിന്നീട് സമയം. എനിക്ക് എഴുതാനല്ല അറിയാം, വായിക്കാറില്ല. ആ ഷൂട്ട് എൻ്റെ ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു. ഇനി ഒരു 5-6 ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ സിനിമയിൽ വളവിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിൻ്റെ സമയത്ത് അതിൻ്റെ ഷൂട്ട് നടക്കും. നമുക്ക് എന്തോ വിനീതേട്ടൻ ധ്യാനൊക്കെയായിട്ട് കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ദിലീപേട്ടൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 7-ാം തീയതി തുടങ്ങിയായിരിക്കും. നെക്സ്റ്റ് മന്ത് 7th തുടങ്ങിയ ഷൂട്ട് ഉണ്ടാവും. 5-6 ദിവസം ഷൂട്ട് നിർമ്മിച്ചു. യെസ്, അതൊരു മാഡ്നസ് പരിപാടിയാണ്. ഭയങ്കര രസമുണ്ട്. ഒരു ടോട്ടലി ഏത് ജോണാണെന്ന് പറഞ്ഞത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു വേറൊരു ടോട്ടലി വേറൊരു ജോണിൻ്റെ ഒരു സിനിമയാണ്. ഒരു മാഡ്നസ്, ഒരു ഭ്രാന്തൻ സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. ബാലചേട്ടൻ സിനിമകൾ എടുത്താൽ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഫസ്റ്റ് പറയുന്ന പടം ഹണിബി എന്ന് എനിക്ക് പറയാം. എല്ലാ സിനിമ നോക്കിയാൽ തന്നെ ഫസ്റ്റ് ബാലു എന്ന് പറയുന്ന പേര് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന കഥാപാത്രം ഒന്ന് ഹണിബിയിലെ കഥാപാത്രം. ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ബോണ്ട് ഉണ്ടല്ലോ. ആ ഒരു ഗ്യാങ്ങായിട്ട് ചിത്രം വരാൻ ചാൻസ് ഉണ്ടോ? എൻ്റെ ജിജ്ഞാസ തന്നെ ചോദിക്കണം. കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഇന്ന് ഇന്റർവ്യൂലൊക്കെ ഇത് പറയണ്ടായിരുന്നു. എന്നെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അമ്പ്രോ എന്ന് പറഞ്ഞ് വിളിക്കണൊരു ഇപ്പോഴും വിളിക്കാറുണ്ട്. വേറെ ക്യാരക്ടറുടെ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ അത്ര വിളിക്കില്ലായിരിക്കും. അമ്പ്രോ ഭയങ്കര ആൾക്കാരുടെ രജിസ്റ്റർ ആയ പേരാണ്. അവരുടെ ആഫ്രോ ലുക്കും പരിപാടിയെല്ലാം. അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജിജേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നടക്കുന്നു. പക്ഷെ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഐഡിയ വരാം. ഞാൻ പറയില്ല. എനിക്കറിയില്ല. ലാലേട്ടൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് സാധനം